ആരാണ് ഡോക്ടർ നിലൂഫർ ഷെരീഫ്? നമ്മുടെ പാവം കല്യാണിയെ പറ്റിച്ച് കല്യാണിയുടെ 8-9 ലക്ഷം പിടിച്ചു വെച്ചിരിക്കുന്ന നിലൂഫർ ഷെരീഫ് ആരാണ്? കല്യാണിയുടെ 8-9 ലക്ഷം കിട്ടിയിട്ട് വേണമല്ലോ നിലൂഫർ ഷെരീഫിൻ്റെ കാറിൻ്റെ EMI അടയ്ക്കാൻ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളിലേക്ക് അവരാരാ എന്നൊന്ന് പറയേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നി. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്ന മിസ്സസ് നിമ്മി ഷെരീഫിൻ്റെയും എനിക്ക് തോന്നുന്നു ഈ നിമ്മി മാമിന് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് വലിയൊരു പാർലറുണ്ട്. എനിക്ക് തോന്നുന്നു 90s-ലും 80s-ലും ഒക്കെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ് അവർ. അപ്പോൾ മിസ്സസ് നിമ്മി ഷെരീഫിൻ്റെയും മിഡിൽ ഈസ്റ്റിൽ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജർ ആയിരിക്കുന്ന മിസ്റ്റർ ഷെരീഫിൻ്റെയും മകളാണ് ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ്. MBBS ബിരുദധാരിയാണ്. അതിനുശേഷം തൻ്റെ ഇഷ്ടമേഖലയായ ഡെർമറ്റോളജിയിൽ UK-യിൽ നിന്നും US-ൽ നിന്നൊക്കെ മാസ്റ്റേഴ്സ് എടുത്തിട്ട് സാധാരണ എല്ലാ കോസ്മെറ്റിക് ക്ലിനിക്കുകളെയും പോലെ കേരളം ബേസ്ഡ് ആയിട്ട് കോസ്മെറ്റിക് ക്ലിനിക്, സാധാരണ ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ നിന്നായിരുന്നു അവരുടെ തുടക്കം. പക്ഷേ സാധാരണ കോസ്മെറ്റിക് ക്ലിനിക്കിൽ നിന്നും ഒരു സെലിബ്രിറ്റി കോസ്മെറ്റിക് ക്ലിനിക്കിലേക്കുള്ള ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഡോക്ടർ നിലൂഫറിൻ്റെ മദർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം ഇവർക്ക് സെലിബ്രിറ്റി ക്ലയൻസിനെ കിട്ടിയിരുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നടൻ കുഞ്ചനെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പനമ്പള്ളി നഗറിൽ ഒരു 80-കളിലും 90-കളിലും ഒക്കെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിൽ എല്ലാ സെലിബ്രിറ്റീസും ആ ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. 80-കളുടെ അവസാനവും 90-കളുടെ മധ്യത്തിലും 2000-ന്റെ തുടക്കത്തിലും ഒക്കെ ആയിട്ട് എൻ്റെ മമ്മിയൊക്കെ പറയുന്നത് കേൾക്കാം. എല്ലാവരും ആ പാർലറിലേക്കാണ്. ആ പാർലറിൽ ചെന്നാൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റാർസിനെയും ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 2000-ന്റെ തുടക്കം കഴിഞ്ഞ് ഒരു 2004-2005 സമയങ്ങളിൽ എറണാകുളം ബേസ്ഡ് ആയിട്ട് ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഉള്ള ഒരുപാട് ബ്യൂട്ടി പാർലറുകൾ വന്നു തുടങ്ങി എല്ലായിടത്തും. ആ സമയത്ത് ഈ കുഞ്ചൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പാർലറിലുണ്ടായിരുന്ന ക്ലയൻറ്റുകളായിട്ടുള്ള സെലിബ്രിറ്റികൾ അവർ മുഴുവൻ അവിടം വിട്ട് ഒന്നടങ്കം കുത്തോടെ മറ്റു പാർലറുകളിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. MG റോഡിലുള്ള FTV ആണെങ്കിലും മറ്റ് ലാക്മയുടെ സലൂൺസ് ആണെങ്കിലും അതുപോലെ ലോറയിലൊക്കെ ആണെങ്കിലും ലോറയിലൊക്കെ വെച്ചിട്ട് ഞാൻ നമിത പ്രമോദിനെ കണ്ടിട്ടുണ്ട്, ഒരു മിസ് സെൽഫി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പാർലറുകളിലേക്ക് ഈ സെലിബ്രിറ്റീസ് ഒന്നൊന്നായിട്ട് ഒഴുകി പോകാൻ തുടങ്ങി. നിലവിൽ കുഞ്ചൻ്റെ വൈഫായ അവരുടെ പാർലറിൽ അത് കുറച്ച് താഴെയാണ്. മറ്റ് പാർലറുകളെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ താഴേക്ക് പോയി. അപ്പോൾ സെലിബ്രിറ്റികളുടെ അടുത്തേക്ക് പോകത്തുള്ളൂ എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. സെലിബ്രിറ്റികൾക്കും നമ്മളെപ്പോലെ തന്നെ ആവശ്യം എന്താണ്? അവരും പൈസ തന്നെയാണ് കൊടുക്കുന്നത്, അവർക്കും റിസൾട്ടാണ് ആവശ്യം. എസ്പെഷ്യലി ഇതുപോലെയുള്ള ബ്യൂട്ടി പാർലറുകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് സർവീസാണോ ചെയ്യുന്നത് നമുക്കതിൻ്റെ 100% റിസൾട്ട് കിട്ടിയിരിക്കണം. അതുപോലെ കോസ്മെറ്റിക് ക്ലിനിക്സിലും നമ്മൾ എന്തിനാണോ പോകുന്നത് 100% നമ്മളത് റിസൾട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ സെലിബ്രിറ്റീസും അങ്ങനെ തന്നെയാണ്. അവരവരുടെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ നോട്ടിൻ്റെ കഷ്ണം പോലെ കട്ട് ചെയ്തിട്ടല്ലല്ലോ കൊടുക്കുന്നത്, അവരും പൈസ കൊടുക്കുന്ന റിസൾട്ട് കൂടുതൽ വേണം. ഇപ്പോൾ കുഞ്ചൻ സാറിൻ്റെ വൈഫിൻ്റെ ബ്യൂട്ടി പാർലർ റിസൾട്ട് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ റിസൾട്ട് കിട്ടുന്നിടത്തേക്ക് അവരുടെ ക്ലയൻസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഒഴുകിപ്പോയി. അതൊരു ചാൻസ് തന്നെയാണ്. ഈ സാധാരണ കോസ്മെറ്റിക് ക്ലിനിക്കിൽ നിന്നും സെലിബ്രിറ്റി കോസ്മെറ്റിക് ക്ലിനിക് എന്നൊരു ടാഗ് ലൈനിലേക്ക് മാറാനുള്ള കാരണം ഇവരുടെ അമ്മ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടല്ല. ഈ ക്ലിനിക്കിൽ പോകുന്ന ഓരോരുത്തരും കൊടുത്ത ഒരു പബ്ലിസിറ്റി, മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ പൈസ കൊടുത്ത് മോഡൽസിനെയോ അല്ലെങ്കിൽ സ്റ്റാർസിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിനെയൊക്കെ വെച്ച് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നതിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിലും 100 ഇരട്ടി റിസൾട്ട് കിട്ടുന്ന വളരെ റോ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു സർവീസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ ഞാൻ പോയി, എനിക്ക് 100% ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറഞ്ഞത് 10 പേരോടത് പറയും. അത് വരുന്ന വഴിക്ക് കണ്ണി കാണുന്ന എല്ലാവരോടും അല്ല പറയുന്നത്. ചിലപ്പോൾ ഒരു 4-5 മാസത്തിനുള്ളിൽ ഈ ആരെങ്കിലും സ്കിന്നിൽ പ്രോബ്ലവുമായിട്ട് വരുമ്പം ഞാൻ ഒബ്വിയസ്ലി അവരോട് ഞാൻ പറയും ഈ ക്ലിനിക്കിൽ തന്നെ പോയാൽ മതി. ആ ഒരു പബ്ലിസിറ്റിക്ക് കിട്ടുന്ന മഹത്വം മറ്റൊരു പ്രൊമോഷൻസിനും കിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് ഡോക്ടർ നിലൂഫർ ഷെരീഫ് ആ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതായത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമാണ് ഈ സെലിബ്രിറ്റി ക്ലയൻസിനെ അവർക്ക് കിട്ടിയത് എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ആ ഒരു ക്ലിനിക്കിൻ്റെ
ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ സെലിബ്രിറ്റീസിനെ വെച്ച് ഒരു അഡ്വർടൈസ്മെൻറ്റോ ഇതുപോലെയുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിനെയോ അല്ലെങ്കിൽ വ്ളോഗേഴ്സിനെയോ വെച്ച് ഒരൊറ്റ പ്രൊമോഷൻസോ അവർ ചെയ്തിട്ടില്ല. ഇവരുടെ കഠിനാധ്വാനം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കഠിനാധ്വാനം കൊണ്ട് ഒരിക്കലും ഒരു ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഇതുപോലുള്ള കോസ്മെറ്റിക് ക്ലിനിക്കുകളോ ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കും സാധിക്കത്തില്ല. അവരുടെ കഴിവ്, ഡോക്ടർ നിലൂഫറിൻ്റെ കഴിവ് മാത്രം കൊണ്ടാണ് ഇന്ന് കേരളത്തിലുടനീളം വ്യാപിച്ചു മിഡിൽ ഈസ്റ്റിലൊക്കെയും ഈ ബ്രാഞ്ചുകളുണ്ട് ഹോസ്പിറ്റലിൽ. ആ ഒരു രീതിയിലേക്ക് എത്താനുള്ള കാര്യം ഡോക്ടർ നിലൂഫറിൻ്റെ കഠിനാധ്വാനമല്ല, കഴിവ് മാത്രം കൊണ്ടാണ്. അപ്പോൾ ഇവരുടെ ഒരു ടേൺ ഓവർ എത്ര മാത്രമാണെന്ന് നമുക്കൊക്കെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. മാത്രമല്ല മറ്റാർക്കും അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി വെഹിക്കിൾസ് ഉള്ള ഒരേ ഒരു വനിത ഡോക്ടർ നിലൂഫർ ഷെരീഫാണ്. അത് ഇത്രത്തോളം ടേൺ ഓവർ കിട്ടുന്ന ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ കല്യാണിയുടെ 7-8 ലക്ഷം രൂപ പറ്റിച്ച് വെച്ചിട്ട് ഈ ഡോക്ടറിന് അവരുടെ കാറിൻ്റെ EMI ഒന്നും അടയ്ക്കാനില്ലല്ലോ, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ EMI ഒന്നും അടയ്ക്കാനില്ലല്ലോ. 8 മാസം ഈ കല്യാണി ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാധാരണ ഒരു കോസ്മെറ്റിക് ക്ലിനിക് എന്നൊരു ടാഗ് ലൈനിൽ നിന്നും സെലിബ്രിറ്റി കോസ്മെറ്റിക് ക്ലിനിക് എന്നൊരു ടാഗ് ലൈനിലേക്ക് എത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. വളരെ പെട്ടെന്ന് എത്താനുള്ളൊരു കാര്യം എന്നറിയാമോ? മൗത്ത് പബ്ലിസിറ്റി. ഒരു പക്ഷേ ഇവർ സ്റ്റാർസിനെ വെച്ചിട്ട് പരസ്യം ചെയ്തിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു ടാഗ് ലൈനിലേക്ക്, ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് ഡെയിലി വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇവർക്ക് ഈ രീതിയിൽ എത്താൻ പറ്റില്ലായിരുന്നു. വളരെ കുറഞ്ഞ കാലയളവിനുള്ളിലാണ് കേരളത്തിൽ ഉടനീളം ബ്രാഞ്ചസ് ഇവർ ഉണ്ടാക്കിയതും. അതിനുശേഷം മിഡിൽ ഈസ്റ്റിൽ പോലും ഈ കോസ്മെറ്റിക് ക്ലിനിക്കിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് ഡോക്ടർ നിലൂഫർ നാട്ടിൽ നിൽക്കുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരി ദുബായിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി കല്യാണിയുടെ 8-9 ലക്ഷം പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയല്ല, കേൾക്കുന്ന നമുക്ക് ഉളുപ്പ് തോന്നുകയാണ്. അപ്പോൾ അത്രയും ഈ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ ഗ്ലൂട്ടാത്തിയോൺ, കൊളാജിൻ അല്ലെങ്കിൽ ഈ ഫാറ്റ് റിഡക്ഷൻ പോലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ 10,000 രൂപയ്ക്കുള്ളിൽ തീരുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, കല്യാണി ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള ഫാറ്റ് കുറയാനുള്ള മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്കത് ഒരുപാട് ലേസറൊക്കെ ആയിരിക്കാം മേ ബി ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെ പല അഡ്വർടൈസ്മെൻറ്റിലും കണ്ടിട്ടുണ്ട്. അതായത് ആ വലിയൊരു മെഷീൻ ഇങ്ങനെ വയറ്റിൽ വെക്കുമ്പോൾ ഇങ്ങനെ അമർത്തി അത് ഫാറ്റ് കുറയുമെന്നൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയോ ലൈറ്റ്സും റേസും ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കല്യാണി മനസ്സിലാക്കണം. നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് പൈസ കിട്ടും, നമുക്ക് ഫെയിം കിട്ടും, നമ്മുടെ അധ്വാനം കൊണ്ടാണ്. പക്ഷേ അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പാകത്തിന് ഉള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരരുത്. ഈ പറയുന്ന പോലെ നിങ്ങൾ ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണമായിരുന്നു. അപ്പോൾ അതെല്ലാം മറച്ചു വെച്ച് നിങ്ങളുടെ ഭാഗത്ത് അത് റിവീൽ ചെയ്ത സമയത്ത് പോലും മുഖത്തുള്ള മാർക്ക് മാറാനെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ മുഖത്തുള്ള മാർക്ക് കണ്ടിട്ടില്ല. അത്രമാത്രം ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു മാർക്കാണത്. അത് കുറയാൻ 8-9 ലക്ഷം കൊടുക്കേണ്ടി വരിക. അതായത് എൻ്റെ മുഖത്തൊരു മാർക്ക് കുറയാൻ വേണ്ടിയാണ് പോയെന്ന് പറഞ്ഞിട്ട് അതേ വീഡിയോയിൽ തന്നെ പറയുകയാണ് 6 അക്ക സംഖ്യയാണ്, നിങ്ങൾ കരുതുന്ന പോലെ ചെറിയ 6 അക്കമല്ല, വലിയൊരു 6 അക്ക സംഖ്യയാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും അത് മുഖത്തെ മാർക്ക് മാറാനുള്ളതല്ല. അതിനൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റിനാണ് കല്യാണി പോയിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ അവിടെ നിന്ന് കല്യാണിയുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ ആ ക്ലിനിക്കിനെ വലിച്ചു കീറുക, ഈ ഡോക്ടറിനെ വലിച്ചു കീറുക എന്നുള്ളൊരു ദൗത്യം ചെയ്യുമ്പോൾ ഓർക്കുക അവരാരാണ്, അവരെന്താണ് എന്നുള്ള അവരുടെ റൂട്ട് വളരെ വലുതാണ്. അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവരുടെ ക്ലയൻസ് ഒന്നും മിണ്ടാതെ ഇരിക്കില്ല എന്നുള്ളൊരു കാര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് കല്യാണി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, കല്യാണിയുടെ 8-9 ലക്ഷം രൂപ വെച്ച് അവരുടെ ഫോണിൻ്റെ EMI അടയ്ക്കാനോ അല്ലെങ്കിൽ അവരുടെ കാറിൻ്റെ EMI അടയ്ക്കാനോ ഒന്നും അവർക്ക് ആവശ്യമില്ല. മനസ്സിലായോ?